എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷബീർ പുള്ളിയിൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു നല്ല രക്ഷിതാവാൻ എന്തൊക്കെ അറിഞ്ഞിരിക്കണമെന്നുള്ള 5 കാര്യങ്ങളായിരുന്നു എൻ്റെ മുന്നേ ഉണ്ടായിരുന്ന വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായി മറ്റു 5 കാര്യങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്, കുട്ടികളെ കണ്ടറിഞ്ഞുകൊണ്ട് അവരിലേക്ക് ആവശ്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. കുട്ടികളുടെ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഘടകം, കുട്ടികൾ ആവശ്യപ്പെടുന്നത് ഒക്കെ അല്ലെങ്കിൽ എല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല, നല്ലതിനായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിലെ കതിരും പതിരും വേർതിരിച്ചെടുത്തുകൊണ്ട് രക്ഷിതാവ് എന്നുള്ള പവർഫുള്ളായിട്ടുള്ള തീരുമാനം എടുത്തുകൊണ്ട് അവർ ആവശ്യപ്പെടുന്നതിന് മുമ്പ് പഠനവുമായി ബന്ധപ്പെട്ടിട്ടോ അവരുടെ വസ്ത്രങ്ങളോ അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടറിഞ്ഞ് എത്തിച്ചു കൊടുക്കുന്ന സന്തോഷകരമായ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. അത് അവരിൽ കോൺഫിഡൻസ് ഉണ്ടാക്കുന്നതിനും അവർക്ക് മോട്ടിവേഷൻ നൽകുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത് സുരക്ഷിതത്വത്തെക്കുറിച്ചാണ്. സുരക്ഷിതത്വം അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. ഏതൊരു രക്ഷിതാവും തൻ്റെ മക്കളെ സുരക്ഷിതത്വത്തോടു കൂടിയാണ് വളർത്തുന്നത് നമുക്കറിയാം. പക്ഷെ അത് ശാരീരികമായിട്ട് മാത്രമാണ്. എൻ്റെ ചോദ്യം ഇതാണ്, മാനസികമായി അവരെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലേക്ക്, അവരിലേക്ക് ധൈര്യം വരുന്ന രീതിയിലേക്ക് എന്താണ് രക്ഷിതാവ് എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്? അപ്പോഴാണ് നമ്മുടെ ചിന്തകളെ നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. മാനസികമായിട്ടും വീട്ടിൽ ഭദ്രതയുണ്ട്, ഞാൻ എവിടെ ചെന്നാലും എൻ്റെ പേരൻസ് എനിക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് എന്നുള്ളൊരു ധൈര്യം കുട്ടികളിലേക്ക് എത്തിക്കലാണ് ഞാൻ ഉദ്ദേശിച്ചത്. സുരക്ഷിതത്വം കുട്ടികളുടെ മാനസികമായിട്ട് കൊടുക്കാൻ വേണ്ടി രക്ഷിതാക്കൾക്ക് കഴിയണമെന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവരുടെ കുട്ടികളുടെ ഭാവി ഭദ്രമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരിയർ ഗൈഡൻസുകളെ കുറിച്ചാണ്. പ്രിയമുള്ള രക്ഷിതാക്കളെ, ആർക്കാണ് തങ്ങളുടെ മക്കൾ ഏത് മേഖലയിലേക്ക് മാറണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത്? ഏതെങ്കിലും പൊതു പരീക്ഷകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് SSLC ആവട്ടെ +2 ആവട്ടെ, ഏത് കഴിഞ്ഞു കഴിഞ്ഞാലും അവിടെയുള്ള ആ മേഖലകളിൽ ഏരിയകളിലുള്ള ചില കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളിൽ ഒഴികെ മറ്റൊന്നും ആർക്കും ലഭിക്കുന്നില്ല. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഈ കുട്ടികളെ മാത്രം അയക്കുന്നതിന് പകരമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട രക്ഷിതാവ് എന്നുള്ള നിലക്ക്, പാരന്റ് എന്നുള്ള നിലക്ക് നമ്മൾ എന്തു ചെയ്യണം? ഈ കുട്ടികളുടെ കൂടെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിലും ഇത്തരത്തിലുള്ള പഠന മേഖലകളിലേക്കും നമ്മൾ എത്തിപ്പെടണം. എന്നിട്ട് തൻ്റെ കുട്ടിയുടെ അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരിലെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തുകൊണ്ട് അവരെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്ന ഭാഗത്തേക്ക് ടേൺ ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള കപ്പാസിറ്റി ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ നമുക്ക് വേണം. കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളിലേക്ക് കുട്ടികളെ മാത്രം അയക്കാതെ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒരു നിസ്സാരവൽക്കരിച്ച് കാണാതെ, തൻ്റെ കുട്ടിയുടെ ഭാവി തീരുമാനിക്കേണ്ടത് താനും തൻ്റെ കുട്ടിയുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം ക്ലാസ്സുകളിൽ പങ്കെടുക്കേണ്ടത് രക്ഷിതാവ് കൂടി ആയിരിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നാലാമതായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് വളരെ കുറവായിട്ട് കാണുന്ന ഒരു സംവിധാനമാണ് കുടുംബ ബന്ധങ്ങൾ എന്നുള്ളത്. കുടുംബ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് രക്ഷിതാവ് എന്നുള്ള നിലയിൽ നമുക്ക് ഇക്കാലത്ത് എന്തു ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പഴയ തലമുറ എന്ന് പറയുമ്പോൾ കൂട്ടുകുടുംബമാണ്, അതിൻ്റെ വ്യവസ്ഥിതികൾ വേറെയാണ്. രക്തബന്ധങ്ങൾ അടക്കമുള്ള എല്ലാ ആളുകളെയും ക്രമപ്പെടുത്തി അറിയാനുള്ളൊരു സംവിധാനം അന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അണുകുടുംബങ്ങളിലേക്ക് കാര്യങ്ങൾ ചെറുതായി വന്നതോടുകൂടി തൻ്റെ രക്ഷിതാവ് മാത്രമായിട്ട് തൻ്റെ ലോകം മാറുന്ന ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾക്ക് മാറുകയാണ്. ബന്ധങ്ങളെ അറിയുന്നില്ല, കുടുംബങ്ങളെ അറിയുന്നില്ല. തൊട്ടടുത്തുള്ള അമ്മയുടെയും അച്ഛൻ്റെയും രക്തബന്ധത്തിലുള്ള ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഞാൻ അതിലേറെ ഭയക്കുന്നൊരു കാര്യമുണ്ട്, ഇപ്പോഴുള്ള തലമുറ കഴിഞ്ഞ് അടുത്തൊരു തലമുറയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ തനിക്ക് രക്ഷിതാവിനെ ചൂണ്ടിക്കാണിച്ച് പറയാനുള്ളത്, തങ്ങൾക്ക് ഭക്ഷണം തരാനുള്ളതും തങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുമുള്ള ചില വ്യക്തികൾ എന്നുള്ള ആ പവിത്രമായിട്ടുള്ള രക്ഷിതാവ് എന്നുള്ള ബന്ധം പോലും നശിക്കാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, കുടുംബ ബന്ധങ്ങളിലേക്ക് എത്തിപ്പെടുന്ന രീതിയിലേക്കുള്ള യാത്രകൾ സംഘടിപ്പിക്കുക, അവരെങ്ങോട്ട് സൽക്കരിച്ചു കൊണ്ടുള്ള ബന്ധങ്ങൾ സംഘടിപ്പിക്കുക, പരസ്പരം നിത്യേന ബന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കുട്ടികൾക്കിടയിൽ കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുക എന്നുള്ള വിനയമായ ഒരു അഭ്യർത്ഥന നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ടുള്ള 5ാമത്തെ വിലപ്പെട്ട പോയിന്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്.
കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ട്, പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് വീട്ടിലൊരു പ്രോഗ്രസ് കാർഡ് എന്നുള്ളൊരു പദ്ധതി നടപ്പിലാക്കുക. വീട്ടിലൊരു പ്രോഗ്രസ് കാർഡ്. ഞാൻ അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്, സാധാരണ രീതിയിൽ ഒരു രക്ഷിതാവ് ഒരു വിദ്യാലയത്തിലേക്ക്, ഒരു പഠനശാലയിലേക്ക് എത്തുന്നത് പരമാവധി 3 തവണയാണ്. കാരണം സ്കൂൾ തുറന്ന ഉടനെയുള്ള ഒരു യോഗം, രക്ഷകർത്തൃ മീറ്റിംഗ് സംഭവിക്കാറുണ്ട്. പിന്നെ പാദവാർഷികം, അർദ്ധവാർഷികം അഥവാ ഫസ്റ്റ് സെക്കൻഡ് ടേം എക്സാമിനേഷനുകളിലാണ് മീറ്റിംഗ് സംഭവിക്കാറുള്ളത്. പിന്നീട് ഒരു മീറ്റിങ്ങിന് സ്കോപ്പ് വരുന്നില്ല. കാരണം ഫൈനൽ എക്സാം ആവുന്നതോടുകൂടി കുട്ടികൾക്ക് പേപ്പർ കൂടി ലഭിക്കാതെ പ്രമോഷൻ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസ രീതി ഉള്ളത്. ആയതുകൊണ്ട് പരമാവധി 3 തവണയാണ് രക്ഷിതാവ് സ്കൂളുകളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തുന്നത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. ഈ 3 അവസരങ്ങളിൽ എത്ര തവണ നമ്മൾ വിദ്യാലയത്തിലേക്ക് എത്തുന്നുണ്ട്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തെങ്കിലും എക്സ്ക്യൂസുകൾ പറഞ്ഞ് ഇല്ലാത്തതും ഉള്ളതുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ആ മീറ്റിങ്ങിൽ നിന്ന് മാറിപ്പോകുന്ന ഒരവസ്ഥ, എങ്ങനെയാണ് നമ്മുടെ മക്കൾ മാറ്റം വരിക? ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് വീട്ടിലൊരു പ്രോഗ്രസ് റിപ്പോർട്ട്. ഇത് യൂണിറ്റ് ടെസ്റ്റുകൾ, ക്ലാസ് ടെസ്റ്റുകൾ, മറ്റു പബ്ലിക് എക്സാമുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ വീട്ടിലുണ്ടാക്കി വെച്ചതിൽ പേജിൽ എഴുതി വെച്ചാലും മതി. ഇതിലൊക്കെ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ഇംപ്രൂവ്മെൻറ്റ്, ആ ഷാർപ്പായിട്ട് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് കുട്ടികളെ മനസ്സിലാക്കാൻ കുട്ടിക്കും രക്ഷിതാവിനും കഴിയുകയാണ്. ഇതിലുപരി കലാപരമായിട്ട് എന്താണ് കഴിവ്, കായികപരമായിട്ട് എന്താണ് കഴിവ്, മറ്റെന്തെങ്കിലും മേഖലയിലേക്ക് തൻ്റെ കുട്ടിക്ക് അഭിവൃദ്ധി സ്ഥാപിക്കാൻ കഴിയുമോ എന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എന്നിട്ട് 2 ആഴ്ചകൾ കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ 2 തവണയോ 3 തവണയോ ആയിട്ട് ഒരു അവലോകന മീറ്റിംഗ് പോലെ വീട്ടിൽ മക്കൾ, രക്ഷിതാക്കൾ അടക്കം ഇരുന്നിട്ട് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഒരു വിലയിരുത്തൽ നടത്തി കഴിഞ്ഞാൽ നമ്മളെ മക്കൾ മാറ്റം വരും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഏതായിരുന്നാലും 5 കാര്യങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കുട്ടികൾക്ക് കണ്ടറിഞ്ഞുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക. സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് അവർക്ക് നൽകേണ്ട ഒരു സുഖമായിട്ട്, ഒരു സൗഹൃദമായിട്ട് മാറാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അവരുടെ ഭാവി ഭദ്രമാക്കുന്നതിന് വേണ്ടി കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ നിങ്ങളും പങ്കെടുത്ത് അവർക്ക് കൂടെ നടക്കുന്നവരായി മാറുക. കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി പരമാവധി സജ്ജീകരണങ്ങൾ നിങ്ങൾ കൊണ്ടുവരിക. വീട്ടിലൊരു പ്രോഗ്രസ് കാർഡ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കുക. തുടങ്ങിയ 5 കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ക്ഷമയോടുകൂടി ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തുക. മികച്ച രക്ഷിതാവാൻ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.